എടാ കാര്യം നീ എൻ്റെ അനിയനൊക്കെ ആയിരിക്കും, പക്ഷെ നീ ആ ചിഞ്ചുവിനെ നോക്കല്ലോ കേട്ടോ. അതെന്ത്? ചിഞ്ചുവിനെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ ചിഞ്ചുവിന്റെ ആ ഒരുപാട് വൃത്തിയോട് പറഞ്ഞോണ്ടല്ലോ. വൃത്തിയോടല്ലേ ചിഞ്ചുവിന്റെ ആ കൂട്ടുകാരി എങ്ങനെയുണ്ടെന്ന്. തരക്കേടില്ല. നിങ്ങൾ ആരെങ്കിലും ചിഞ്ചുവിന്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ? വത്സല പഴയ കോളേജ് ബ്യൂട്ടി ആയിരുന്നു. ഞാൻ പറഞ്ഞാ മതിയോ കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന്? അയ്യോ സുലു എന്ത് തൂക്കണ? ഇല്ല ചാറിടുന്ന. ഞാൻ നമ്മുടെ പിള്ളേർക്ക് പഴയ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. തന്റെ പല കഥകളും എനിക്ക് അറിയാം. നമ്മള് ചുമ്മാ ചിഞ്ചു കാറ്റ് കൊള്ളാൻ വന്നേ. നിന്റെ ഒക്കെ കാറ്റ് കൊള്ളൽ വായി നോട്ടം. എടോ പിള്ളാരെ, ജീവൻ വേണമെങ്കിൽ പൊക്കോ, ഇവനൊക്കെ നോക്കി ഗർഭം ഉണ്ടാക്കും. അമ്മല്ല കുമ്മ കേറി പോടാ അവിടുന്ന്. ഇന്നലെ നീ കിടന്നപ്പെടുത്ത ബെഡ്ഷീറ്റ് കഴിയിട്ടാ പോയാലക്കടാ. സുലു, യു ആർ വെരി സ്ട്രിക്റ്റ് മദർ. സ്ട്രിക്റ്റ് വത്സല കഥ ഞാൻ മറന്നിട്ടില്ല. 50 കഴ. സുലു, അതെന്താ എനിക്ക് മനസ്സിലായില്ല. കഴപ്പെന്ന്. അപ്പൊ കറക്റ്റായി. ഓ ഇതും പോയി കിട്ടി. തീപ്പട്ടി. എടാ ഇവിടെ വെച്ചിട്ട് തീപ്പട്ടി എവിടെ? സോനം വെച്ച് കാണത്തതും ഇല്ല. അയ്യോ അവന്റെ ഒരു ഇരിപ്പ് കണ്ടില്ലേ ഫോണിൽ കുത്തിക്കൊണ്ടുള്ള. തീപ്പട്ടി അല്ലടാ അവിടെ ഇരുന്നേ? ഞാൻ കണ്ടില്ല. ഓ നിന്നെ കൂടെ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? നാട്ടുകാർക്കും ഇല്ല വീട്ടുകാർക്കും ഇല്ല. വന്ന് തീപ്പട്ടി എടുത്താടാ. എന്തുവാടാ മോനെ? അമ്മ നഖം വെട്ടിയുണ്ടോ അമ്മ? മോനെ മക്കളെ ഇറങ്ങി വാടാ. എന്റെ മോൻ അന്വേഷിക്കുന്നു. ആരമ്മ? നഖം വെട്ടി ഇത്ര നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നു. നീ നിന്റെ തന്തെടുത്ത് വെച്ച് വരടാ. അടുക്കളയിൽ വന്നവൻ നഖം വെട്ടി അന്വേഷിക്കുന്നു. എന്താണ് അവിടെ ഒരു ബഹളം? അച്ഛൻ അമ്മ കുറെ നേരമായിട്ട് അന്വേഷിക്കുന്നു. ഓ അമ്മ ചെന്ന് കയറി കൊടുക്കും. സുലു, വാടാ, നീ എന്താ ഇവിടെ നിൽക്കുന്ന? നിന്റെ വീടല്ലേ? എന്റെ വീട് കൊണ്ടാണ്. എടാ വേറെ ദിവസം വന്നാ പോരാടാ. ഇവിടെ വരെ വന്നിട്ട് അമ്മയെ കാണാതെ പോവാനാ? പോടാ അവിടുന്ന്. അമ്മ കാണണോ? വേണം അല്ലേ അമ്മ പെണങ്ങ്. ഇങ്ങോട്ട് അമ്മയെ കണ്ടു പറ്റും. അമ്മ അമ്മ ഹായ്. മോനെ മനു, നീ എപ്പോ വന്നു? ഞാൻ എപ്പോഴും നിന്റെ കാര്യം ചോദിക്കും ഇവനോട്. നിന്റെ കൂട്ടുകാരനല്ലേ മനു, അവനുമായിട്ട് നീ എന്ന് കൂട്ടുവിടുന്ന അന്ന് നീ നന്നാവും. എനിക്കറിയായിരുന്നു അമ്മ എന്നെ അന്വേഷിക്കുമെന്ന്. അതുകൊണ്ട് അമ്മയെ കാണാൻ തീരുമാനിച്ച ടൈം വീട്ടിൽ നിന്ന് ഇറങ്ങി. സത്യത്തിൽ ഞാൻ ഇവനെ കാണാൻ വന്നതല്ല, അമ്മയെ കാണാനാ വന്ന. അത് നന്നായി. പിന്നെ മോനെ, ഇവന്റെ കൂടെ നടന്ന് നീ ഉള്ള ജീവൻ നശിപ്പിക്കരുത്. ഇവനെ നശിച്ച്. അതുകൊണ്ട് ഒരുപാട് കൂട്ട് വേണ്ട കേട്ടോ. എടാ അവനില്ലേ അവൻ, ആ മനു, അവന്റെ കൂടെ നടന്നിട്ടാണ് നീ ഇത്രയും നശിച്ചത്. ഇനി മേലെ അവനോട് നടന്നു വരുന്നത് കേട്ടല്ലടാ. പിന്നെ മക്കൾ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല, അതിനും കൂടെ അല്ലേ ഞാൻ വന്നത്. അമ്മയ്ക്ക് എല്ലാവരും പരാതി ഞാൻ ഇവിടെ ഒന്നും കഴിക്കുന്നില്ലെന്ന്. അതുകൊണ്ട് ഞാൻ ഉച്ചക്കത്തെയും കഴിച്ച് ഡിന്നറും കഴിച്ചിട്ടേ പോകുന്നവള്. ഓ അവനിങ്ങോട്ട് വന്നു കയറിയ നേരെ അടുക്കളയിട്ട് പോയുള്ള ഡപ്പ എല്ലാം തുറന്ന് പഞ്ചാര ഉപ്പ് വരെ വാരി തിന്നു അവൻ. അതാ പിന്നെ വന്ന കാര്യം നിൽക്കാൻ അകത്തോട്ട് വാ. നീ എടാ വാടാ, ഞാൻ അപ്പഴേ പറഞ്ഞില്ല അമ്മയ്ക്ക് ഞാൻ വന്നിട്ട് വിഷമാവൂന്ന്. ആ അച്ഛ, അയ്യോ അച്ഛ വാ. പോയ അമ്മേ. ശരിയാക്കി തരാം. തൊള്ള സമ്മതിക്കൂല. നിങ്ങൾ എന്തിനു നല്ല ഈ ഫാൻ ഓഫ് ചെയ്തിട്ട് പോണേ? ഞാൻ നോക്കിയപ്പോ നീയും കൂടെ കിടന്ന് പറക്കുന്നു. എനിക്ക് ചൂടെടുക്കുന്നു. പിന്നെ ഇത് സൗണ്ട് എങ്ങനെ നീ കുറച്ചിട്ടൂടെ? സൗണ്ട് വർക്ക് ചെയ്യുന്ന സ്പീക്കർ. ഓ സ്പീഡ്. ഇതിന് നിങ്ങൾക്ക് ഫാൻ ഓഫ് ചെയ്തിട്ട് പോയാ പോരെ? അതെല്ലാം ഞാൻ നേരത്തെ ചെയ്തത്. ദൈവങ്ങളെ, ഇത് എന്തോന്ന് സൂര്യന് വീടിനകത്ത് ഒതിച്ചത്? ഈ പട്ടാപ്പകൽ നിനക്ക് ഇത്രയും വെളിച്ചം വേണോ? ഈ ജനലിനകത്തൂടെ വരുന്ന വെളിച്ചം പോരെ? കറണ്ട് ബില്ല് കൂടൂലേ? വിറ്റന്നെ കൊല്ലിഞ്ഞ് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പറഞ്ഞു ഇനി എന്റെ അടുത്ത് വാ. ആ അങ്ങനെ തന്നെ പുറത്തൊക്കെ ഇരുന്ന് പടി. കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കിട്ടട്ടെ. വരനെ ആവശ്യമുണ്ട്. മനുഷ്യ, ഓ എന്താ സുലു? നമുക്ക് ഇവന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? എന്ത്? ആ എല്ലാ സുലുവിന്റെ ഇഷ്ടം പോലെ. അവനും കെട്ടി എന്നെ പോലെ ഇരുന്ന് നരയിക്കണം. എന്നിട്ട് ഞാൻ അവന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. അംഗ്രി ബേർഡ് ചാവ്. കല്യാണം
ഹലോ, ഞാൻ പത്രത്തിൽ പരസ്യം കണ്ടു വിളിക്കുന്നതാണേ, വരണ ആവശ്യമുണ്ടെന്ന്. ആ പറയൂ. ആ, എന്റെ മോന് വേണ്ടിയിട്ടായിരുന്നേ. ആ മോൻ എന്ത് ചെയ്യുന്നു മാഡം? അവൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അവൻ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് വിളിച്ചതാ. അതല്ല, ജോലി എന്താന്ന് മകന്റെ? ജോലി രാവിലെ മുതൽ രാത്രി വരെ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഒറ്റ ഇരിപ്പ. എന്തോ പരിപാടിയൊന്നും നമുക്കറിയില്ല. അല്ല, അത് എഡിറ്റിംഗ്. അപ്പൊ എങ്ങനെയാ, എന്താ തീരുമാനം? ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാം. നിങ്ങൾ വിളിക്കുമല്ലോ അല്ലേ? വേറെ എന്തെങ്കിലും ആലോചന ഉണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. ഇല്ല, പറയൂല. ആ ഫസ്റ്റ് അപ്പൊ നിനക്ക് പെണ്ണും കിട്ടൂലെന്ന് സാരം. തള്ളേ, ഈ ലോകത്ത് നമ്മളെ കുറിച്ച് വേണ്ടാതിനെ പറയണ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടാ? നീയൊക്കെ രണ്ടെണ്ണം ഇത് തന്നെ പറയണോടാ. നിന്നെയൊക്കെ പഠിപ്പിച്ച് പോറ്റി വളർത്തി ഇത്രയും എത്തിച്ചത് ഞാനാടാ. പിന്നെ ഞാൻ പിന്നെ അങ്ങ് മാങ്ങ പറിക്കാൻ പോയി. നീയൊക്കെ ഇങ്ങനെ കണ്ട, രാവിലെ പോയിട്ട് കുടിച്ച് പെടുത്ത് തുണി ഇല്ലാണ്ട് രാത്രി വന്ന് കയറും. അല്ലാണ്ട് ഇങ്ങനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ ഈ വീട്ടില്? സുലു, നീ ഇങ്ങനെയൊക്കെയാണ് മക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. മക്കളെ, അച്ഛൻ കുടിച്ചിരുന്നു, ഇല്ലാന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ അത് അച്ഛൻ്റെ ജോലി പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ വലുതായതിനു ശേഷം അച്ഛൻ അത് കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഈ ദൈവസത്യത്തിൽ ഞാൻ പറയുന്നു, ഞാൻ കുടി നിർത്തി. ദൈവത്തിന് പോലും സഹിച്ചില്ലല്ലോടോ തന്റെ തള്ള്. ആരും അങ്ങോട്ട് പോകരുത്, അത് അച്ഛൻ്റെ പിണ്ണ തൈലമാണ്. അച്ഛന്റെ പിണ്ണതായി.